ലക്കീനെ എന്ത് ചെയ്യണമെന്ന് അറിയാം. നമുക്ക് അടിച്ച് പഞ്ചറാക്കണം. ഈ ലക്കീൻ്റെ കാല് പോയി. ഞാൻ പറഞ്ഞില്ലല്ലോ, ചെളിയും ആക്കി എന്നെ നശിപ്പിച്ചു എൻ്റെ കാല്. ഓടുന്നുണ്ട പൂമ്പാറ്റയുടെ പുറകെ കാണുന്നില്ലല്ലേ? പൂമ്പാറ്റയുടെ പുറകെ അങ്ങ് ഓടും. ലക്കിക്ക് കണ്ണും കണ്ടോ ഇഷ്ടം പൂമ്പാറ്റ പോകും. നമ്മളവരെ കണ്ടു അവളെ പിടിച്ചോണ്ടിരുന്ന ലക്കി നമ്മൾ വിളിച്ചാലൊന്നും വരത്തില്ല. അതുകൊണ്ട് അവിടെയും കുറേ പൂമ്പാറ്റ. ഇപ്പോൾ കുറേ വെള്ളപ്പൂമ്പാറ്റുണ്ട് ഈസ്. ബാക്കിയുള്ളവരെ കാണുന്നില്ല. വാ ലക്കി വാ. ഇപ്പോൾ ഈസ് വിളിച്ചാലൊന്നും വരത്തില്ല. കാരണം ആൾക്ക് തിന്നാനൊന്നും കൊടുക്കാറില്ല. തിന്നാൻ മീൻസ് മറ്റേ തിന്നാൻ ഞാനല്ല ശരിക്കും കൊടുക്കുന്നത്, അമ്മയാണ് കൊടുക്കുന്നത്. ഞാൻ വല്ല സഹായിക്കാനല്ല ചെല്ലത്തുള്ളൂ. ഡീസ് നല്ല രസമുണ്ട് ഈസ്. ഇവളിങ്ങനെ റെഡ് ഇതിലിരിക്കുന്ന കാണാൻ. എൻ്റെ അമ്മച്ചീ പോട്ട്. നീ എന്നെ പിച്ചു കഴിഞ്ഞാൽ ഞാനും പിച്ചു, ഞാനും മാന്തും. ഇതെന്താണ് ഗീസ് കൈ പിടിച്ചിരിക്കുന്നത്? നിനക്ക് നിന്റെ പൂമ്പാറ്റയുടെ അടുത്ത് ഞാൻ വിടാം. പൂമ്പാറ്റ ഇവളെ കൊണ്ടുപോയിക്കോ. എടാ ഇതെന്തൊരു കഷ്ടം ഇത്. ഗീസ് ഇവളെൻ്റെ വീട് തട്ടിക്കൊണ്ട് പോയി. ഗീസ് ഇപ്പം മമ്മി ഉള്ള സൈഡിലാണ്. എന്ത് ചെയ്യാം? പെരിയ സൈഡിൽ ആരുമില്ല. അത് പോയി ചപ്പറ്റും. എന്നെ ചെന്നെ അകത്തൊന്നും വെളി വരെ ഓടിച്ചു വിട്ടവള്. അയ്യടാ അമ്മച്ചി എൻ്റെ പുറകെ ഓടി. സത്യത്തിൽ വട്ടായോ? അച്ഛൻ്റെ പൂച്ച പോലെ ഇത്ര ഓടത്തില്ല. അച്ഛൻ്റെ പൂച്ചയുടെ ചേച്ചിയുടെ മുഖമാണ് കേട്ടോ ഈ ഇവൾക്കുള്ളത്. അയ്യോ അച്ഛൻ്റെ പൂച്ചയുടെ സെയിം ഫേസാണ് ഇവൾക്കുള്ള. പക്ഷെ സ്വഭാവം ഇവളുടെ അമ്മേനെ പോലെ. അയ്യോ കിണലിൽ എനിക്കൊരു നാമം മാത്രമേ ഉള്ളൂ. ഇനി നൈസായിട്ട് താര വീണതാണ്. എന്നിട്ട് അവിടെ കിടന്നിക്കുന്നില്ലേ? ഈ ഒരു വിരലിൽ മാത്രമേ ഉള്ളൂ. എടി നിനക്ക് എന്ത് പാടി? ഞാൻ സബ്സ്ക്രൈബേഴ്സിനെ കാണിക്കട്ടെ. ജലസ് അടിക്കുന്നു. അതേ പറഞ്ഞിട്ട് കാര്യമില്ല, എനിക്ക് ജലസ് അടിക്കാറുണ്ട് ചില സമയത്ത്. ഈ പെണ്ണിനെ കൊണ്ട് ഭയങ്കര ശല്യമായല്ലോ. അവിടെ പഗ്ഗിയുടെ പാല് വാട്ടിക്കോട്ടെ. എടീ ഡോണ്ട് ഫോളോ മീ. ഞാൻ പഗ്ഗീനോട് കംപ്ലൈൻറ്റ് ചെയ്യും. പഗ്ഗി എന്ന അവസ്ഥ അറിയാലോ നിനക്ക്. പേടിച്ചു. ഇതെന്തോ സിമെൻറ്റ് പ്രശ്നമാണ്. സിമെൻറ്റ്